വിശുദ്ധമായ പരിപാവനമായ ദുൽഖഅദ മാസം ഇന്ന് 29-ആണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് നാളെ ബുധനാഴ്ച നമ്മൾ ദുൽഹിജ്ജ മാസത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഉസ്താദേ, ഈ വർഷത്തെ 2025 ബലി പെരുന്നാൾ എന്നാണ് എന്ന് ചോദിച്ചവരുണ്ട്. വലിയ പെരുന്നാൾ, ഹജ്ജ് പെരുന്നാൾ എന്നാണ്. വ്യക്തമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്നാണ് കറക്റ്റ് ഡേറ്റ് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കണേ. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ മാസം ഇന്ന് മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരികയാണെങ്കിൽ ആ ദുൽഹിജ്ജ മാസത്തെ നമ്മൾ എങ്ങനെയാണ് വരവേൽക്കേണ്ടത്? 4 രൂപത്തിലാണ്, 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ആ മാസത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. കൂടാതെ ഈ മാസം നമുക്ക് അനുകൂലമാവണം, അല്ലേ? ഈ മാസം നമുക്ക് അനുകൂലമാവണം. നമ്മൾ ഈ മാസത്തിൽ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തിയും അല്ലാഹു സ്വീകരിക്കണം. അതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മളെല്ലാ ഈ അമലുകളൊക്കെ ചെയ്തിട്ട് അവസാനം ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ വെറും വട്ടപൂജ്യമായിരിക്കും, ഒന്നും കിട്ടൂല. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇന്നത്തെ ക്ലാസ് കേൾക്കണേ. അവസാനം വരെ കേൾക്കാൻ മറന്നു പോവണ്ട. പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസം ഇന്ന് 1 ഇന്ന് തന്നെ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട 3 ദിക്റുകൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നമ്മുടെ മനസ്സിൻ്റെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. ഒരുപാട് വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. നമ്മുടെ വീഡിയോകൾക്ക് താഴെയുള്ള കമൻറ്റുകളൊക്കെ നോക്കിയാൽ ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും ഇരുലോകത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോയിട്ടുള്ള ഹാജിമാർ, ഹജ്ജുമ്മമാർ, അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും അമലുകളെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, ഉംറ കർമ്മം, ഉദ്ഹിയ്യത്ത് കർമ്മം, സിയാറത്ത് എല്ലാം അല്ലാഹു തആല ഖബൂലാക്കട്ടെ. നമുക്കും ആ ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ ദുൽഖഅദ മാസം വിട പറഞ്ഞ് പുണ്യങ്ങളേറെ നിറയുന്ന ദുൽഹിജ്ജ മാസം നമ്മളിലേക്ക് വരാൻ ആഗതമാവാൻ കാത്തിരിക്കുന്ന ഒരു സുന്ദരമായ നിമിഷത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ഇന്ന് ദുൽഖഅദ മാസം 29-ആണ്. ഇന്ന് ചൊവ്വാഴ്ച. ഇന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ ഇൻഷാ അല്ലാഹ് നാളെ ബുധനാഴ്ച ദുൽഹിജ്ജ 1 ദുൽഹിജ്ജ 1 നമ്മൾ കടക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏതായാലും ദുൽഹിജ്ജ 10 ബലി പെരുന്നാൾ, അല്ലേ? ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ, വലിയ പെരുന്നാൾ, അതെന്നാണ് ദുൽഹിജ്ജ 10. അപ്പോൾ ഇന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ട് നാളെ ബുധനാഴ്ച ദുൽഹിജ്ജ 1 ഈ പ്രാവശ്യത്തെ 2025 ബലി പെരുന്നാൾ വരുന്നത് ജൂൺ 6 വെള്ളിയാഴ്ചയാണ്. നമ്മൾക്ക് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്നായിരിക്കും. അപ്പോൾ ഇനി ഈ ബലിപെരുന്നാളിന് വേണ്ടി പ്രത്യേകമായി നിലാവ് കാണുക അതൊന്നുമില്ല, അല്ലേ? നിലാവ് കാണേണ്ട, കാത്തിരിക്കേണ്ട, അല്ലെങ്കിൽ അവിടെ അറിഞ്ഞു ഇവിടെ അറിഞ്ഞു അങ്ങനെ ചിന്തിക്കേണ്ട. ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമുക്കറിയാൻ പറ്റും എന്നാണ് ഈ വർഷത്തെ ബലിപെരുന്നാളെന്ന്. അപ്പോൾ ഈ വർഷത്തെ ബലിപെരുന്നാൾ ജൂൺ 6 ആയിരിക്കും ഇന്നത്തെ മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ. അപ്പോൾ ബലിപെരുന്നാളും വെള്ളിയാഴ്ചയും ഒറ്റ ദിവസം വരും. അപ്പോൾ എന്താണ്? അത് വലിയൊരു ഖൈറാണ്, വലിയൊരു ബറക്കത്താണത്. പിന്നെ ഇന്ന് മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ല. അപ്പോൾ നാളെ ദുൽഖഅദ 30, വ്യാഴാഴ്ച നമ്മൾ ദുൽഖഅദ 30 പൂർത്തിയാക്കി ദുൽഹിജ്ജയിലേക്ക് കിടക്കുന്നു. അപ്പോൾ വ്യാഴാഴ്ചയാണ് ദുൽഹിജ്ജ 1 നമുക്ക് ബലിപെരുന്നാൾ വരുന്നത്. 2025 ബലിപെരുന്നാൾ ശനിയാഴ്ച, അതായത് ജൂൺ 7 ശനിയാഴ്ചയായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഗ്‌രിബോടുകൂടി അറിയാൻ പറ്റും എന്നാണ് ബലിപെരുന്നാൾ എന്ന്. അൽഹംദുലില്ലാഹ്. എന്നാണെങ്കിലും അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിച്ചാൽ അത് വലിയ ഖൈറാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഇരുലോക വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു തആല ഇരുലോകത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഈ ചെറിയ പെരുന്നാളിന്, അല്ലേ, ഉടുപ്പൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ റമദാനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടമായിരിക്കും. ഇതിപ്പോൾ നമുക്ക് ബലിപെരുന്നാളിന് സാധാരണ അങ്ങനെ കൂടുതൽ അങ്ങനെ എല്ലാവരും എന്നല്ല, ചില ആളുകൾ ഉടുപ്പെടുക്കൽ ചിലപ്പോൾ കുറവായിരിക്കും. കുറവെന്ന് പറഞ്ഞാൽ എടുക്കാതിരിക്കുക എന്നല്ല, ഈ ചെറിയ പെരുന്നാളിന് എടുത്തത് തന്നെ ഉണ്ടല്ലോ അതുപോരെ, അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിന് തന്നെ
എന്താ ചിലപ്പോൾ 2 ജോഡി എടുത്ത് വെക്കും, ഇത് ബലിപെരുന്നാളിനാണ് കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊക്കെ പണ്ടായിരുന്നു, നമ്മുടെ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ മക്കൾക്കൊക്കെ പെരുന്നാളാകുമ്പോൾ ഉടുപ്പെടുത്ത് കൊടുക്കണം അല്ലേ, ഉടുപ്പെടുത്ത് അവർ തന്നെ ചിലപ്പോൾ പൈസ കൊണ്ടുപോയി വാങ്ങും. അപ്പോൾ എന്തുമാവട്ടെ, ഈ ബലിപെരുന്നാളിന് നമുക്ക് നേരത്തെ ഒരു 10 ദിവസം ഗ്യാപ്പ് ഉണ്ട് അല്ലേ. നമുക്കിപ്പോഴേ വേണമെങ്കിൽ ഉടുപ്പെടുത്ത് വെക്കാം, അല്ലെങ്കിൽ എന്താ ഇന്നത്തെ മഗ്‌രിബോട് കൂടി അറിയാൻ പറ്റും എന്നാണ് ബലിപെരുന്നാളെന്ന്. അതിനുശേഷം നമുക്ക് അറിഞ്ഞതിന് ശേഷം ഉടുപ്പെടുക്കാം, ഒരുപാട് സമയമുണ്ട്. റമദാൻ 29-നൊക്കെ നമ്മൾ ഈ പെരുന്നാൾ പിറ കണ്ടാൽ പലരും ഉടുപ്പെടുക്കാനുള്ള പിന്നെ വ്യഗ്രതയിലായിരിക്കും അല്ലേ. ചിലപ്പോൾ റമദാൻ 30 കിട്ടുമെന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ 30 കിട്ടില്ല, 29 കിട്ടുള്ളൂ. അപ്പോൾ അല്ലോ ഉടുപ്പെടുത്തില്ലല്ലോ, ഞാൻ ഇന്ന് പറഞ്ഞതാണ് ഉടുപ്പെടുക്കാമെന്ന്, അപ്പോൾ ഉടുപ്പെടുത്തില്ലല്ലോ എന്നുള്ള ഒരു ചർച്ചയൊക്കെ അവിടെ വരും. ഇതിലങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇനിയും വിശാലമായ ദിവസങ്ങൾ കിടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് പുണ്യമായ ദിവസങ്ങളാണ് കേട്ടോ വരുന്നത്. വെറുതെ നമ്മൾ ഉടുപ്പെടുത്ത് സൊറ പറഞ്ഞ് വെറുതെ സമയം കളയേണ്ട സമയങ്ങളല്ല, ഒരുപാട് ശ്രേഷ്ഠതയുള്ള സമയങ്ങളാണ്. അതുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ മഗ്‌രിബോട് കൂടി ഇൻഷാ അല്ലാഹ് നിറാവ് കണ്ടാൽ പിറ കണ്ടാൽ നമ്മൾ എങ്ങോട്ട് കിടക്കുന്നു? ദുൽഹിജ്ജയിലേക്ക് കിടക്കുന്നു. അപ്പോൾ ദുൽഹിജ്ജ മാസം 1 എന്നറിഞ്ഞാൽ നമ്മൾ എല്ലാ അറബി മാസത്തിൻ്റെ തുടക്കത്തിലും ചെയ്യുന്ന ചില അമലുകൾ ഈ മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്താ അത്? ഒന്നാമത്തേത്, നിലാവ് കണ്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ അത് ഫോണിലൂടെ അറിയട്ടെ, ടി വിയിലൂടെ വാർത്തയിലൂടെ അറിയട്ടെ, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ വിളിച്ച് പറയട്ടെ, അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേൾക്കട്ടെ, എങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ നിലാവ് കാണട്ടെ, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ അറിയട്ടെ, എങ്ങനെയാണെങ്കിലും അറിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറയണം എന്ത്? അൽഹംദുലില്ലാഹ്. നമ്മുടെ പുതിയ മാസത്തിലേക്ക് കടന്നല്ലോ, അപ്പോൾ അല്ലാഹുക്ക് സ്തുതി, അൽഹംദുലില്ലാഹ്. പിന്നെയോ അത് കഴിഞ്ഞ് പറയണം അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. നമ്മളെല്ലാ അറബി മാസത്തിൻ്റെ തുടക്കത്തിലും ഈ ദുആ പറയാറുണ്ട് അല്ലേ. അതങ്ങനെ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ടാണ്. അല്ലാഹുവേ, ആ കാണുന്ന നിലാവ്, ആ കാണുന്ന ചന്ദ്രൻ, ഞങ്ങളിലേക്കൊരു പുതിയ മാസം വന്നിരിക്കുന്നു. ഈ മാസം ഞങ്ങൾക്ക് ഖൈറിൻ്റെ, ബറക്കത്തിൻ്റെ, സലാമത്തിൻ്റെ, റാഹത്തിൻ്റെ, വിജയത്തിൻ്റെ ഒരു മാസമാക്കണേ, ഒരു പിറയാക്കണേ എന്നാണ് ആ ദുആയിൻ്റെ ഏകദേശ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ആ ദുആ മറന്നു പോകണ്ട. പറയാറുണ്ടോ ഇതൊക്കെ? എല്ലാ അറബി മാസം തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. പറയാറുണ്ടോ? പറയാൻ എനിക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇത് ഓർത്തു വെക്കണേ. നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ പറയിപ്പിച്ച ആരെങ്കിലൊക്കെ ഒരു ദുആ സ്വീകരിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ വലിയ ബറക്കത്താണത്, ഖൈറാണ്. ഏതാണ് ദുആ? അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി വത്തൗഫീഖി ലിമാ തുഹിബ്ബു വതർളാ റബ്ബുനാ വറബ്ബുകല്ലാഹ്. അത് പറയുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 വട്ടം ചെറിയ ഒരു ദുആ, ചെറിയൊരു വാചകം പറയൽ പ്രത്യേകം നല്ലതാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണത്? ആമൻതു ബില്ലാഹില്ലദീ ഖലഖക. അതായത് ആ ചന്ദ്രൻ ഉണ്ടല്ലോ, ആ ചന്ദ്രൻ, ആ നിലാവ്, അതിനോടുള്ള ഒരു വാക്കാണ്, അതിനോട് പറയുന്ന ഒരു വാക്കാണ്. ആമൻതു ബില്ലാഹില്ലദീ ഖലഖക. എന്നെയും നിന്നെയും, അതായത് ആ ചന്ദ്രനെയും ആ നിലാവിനെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ കൊണ്ട് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ഈമാൻ ഉറയ്ക്കാനും മരണസമയത്ത് അവൻ്റെ ഈമാൻ തെറ്റിപ്പോവാതെ കെലിമ ചൊല്ലി മരിക്കാനും അവനിക്ക് ഭാഗ്യം കിട്ടാൻ ഈ ഒരു വാക്ക് പറയാൻ നല്ലതാണ്. ഏതാണത്? ആമൻതു ബില്ലാഹില്ലദീ ഖലഖക. ഇതൊരു 3 വട്ടം പറയൽ പ്രത്യേകം നല്ലതാണ്. ഇതൊക്കെ ഓർക്കുകയാണെങ്കിൽ പറയണം കേട്ടോ, മറന്നു പോകരുതേ. അതുപോലെ തന്നെ മറ്റൊരു ദുആ കൂടി ചില മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതാണത്? അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി ദുൽഖഅദ് വജാഅ ബിശഹരി ദുൽഹിജ്ജ. എങ്ങനെ? അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാകുന്നു. എങ്ങനെയുള്ള അല്ലാഹുവാണ്? ദഹബ ബിശഹരി ദുൽഖഅദ്, ദുൽഖഅദ മാസത്തെ ഞങ്ങളിൽ നിന്നും വിട പറിച്ച്, വജാഅ ബിശഹരി ദുൽഹിജ്ജ, ദുൽഹിജ്ജ എന്ന പുണ്യമായ മാസത്തെ ഞങ്ങൾക്ക് തന്ന അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന ആ ഒരു വാക്ക് പറയൽ പ്രത്യേകം നല്ലതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സൂറത്തുൽ മുൽക്ക് പാരായണം. വെറും 4 മിനിറ്റ്, കൂടിപ്പോയാൽ 5 അല്ലെങ്കിൽ 6, ആ ഒരു 4 മിനിറ്റ് കഷ്ടിച്ച് നമുക്ക് ആ 1 മിനിറ്റ് കൊണ്ട് ഓതാൻ പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. വെറും 4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ആ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ 30 ആയത്തുള്ള സൂറത്താണ്. ആ സൂറത്ത് നമുക്ക് ഈ ഒരു മാസം വലിയ കാവൽ
അല്ലേ, രോഗത്തിൽ നിന്നുള്ള ശാന്തി, രോഗമുക്തി ഒക്കെ കിട്ടുന്ന സൂറത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 4 കാര്യം മറക്കണ്ട. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ആ ദുആ പറയുക, അല്ലേ, ചന്ദ്രനെ കണ്ടു അല്ലെങ്കിൽ നിലാവ് കണ്ടു എന്നറിയുമ്പോൾ പറയേണ്ട അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി എന്ന് തുടങ്ങുന്ന ദുആ. രണ്ടാമത്തേത് ആമന്തു ബില്ലാഹില്ലദീ ഖലഖക. മൂന്നാമത്തേത് അൽഹംദുലില്ലാഹില്ലദീ ദഹബ ബിശഹരി ദുൽ ഖഅദ് വജാഅ ബിശഹരി ദുൽ ഹിജ്ജ്. അതുപോലെ 4-മത്തേത് സൂറത്തുൽ മുൽക്ക്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ദുൽഹിജ്ജ മാസം അത് വളരെ ഖൈറിൻ്റെ ഒരു മാസമാണ്, ബറക്കത്തിൻ്റെ ഒരു മാസമാണ്. എത്ര പറഞ്ഞാലും ഈ മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ അവസാനിക്കുന്നില്ല. ഇന്ന് മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ നമ്മൾ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ രാവിലേക്ക് കിടക്കും. ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ ആദ്യത്തെ രാവിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ ആദ്യത്തെ രാവിൽ സൂറത്തുൽ ഹജ്ജ് ഓതൽ നല്ലതാണെന്ന് ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. കഴിയുന്നവർക്ക് ഓതാം. ഒരുപാട് നേട്ടങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്, ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഫജ്ർ വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ എന്ന് തുടങ്ങുന്ന വിശുദ്ധമായ ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. ആ സൂറത്തുൽ ഫജ്ർ ഓതിയാൽ അവൻ്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നും മാത്രമല്ല ഖിയാമത്ത് നാളിൽ അവനിക്ക് സൂറത്തുൽ ഫജ്ർ ഒരു പ്രകാശമായിരിക്കുമെന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ഒരു വലിയ പ്രകാശം ഈ സൂറത്തുൽ ഫജ്ർ ഓതുന്നവനിക്ക് കൊടുക്കുമെന്നാണ്. അപ്പോൾ അത്രമാത്രം നേട്ടങ്ങൾ ഉള്ളൊരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. സൂറത്തുൽ ഫജ്ർ ദുൽഹിജ്ജ മാസത്തിൻ്റെ 1-ാമത്തെ രാവ് മുതൽ 10-ാമത്തെ ദിവസം വരെ ഓതൽ പ്രത്യേകം നല്ലതാണ് എന്ന് നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറക്കരുതേ, മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസിൽ നമ്മൾ പ്രത്യേകമായി ആ സൂറത്തുൽ ഫജ്റും ഓതുന്നുണ്ടാകും. എല്ലാവരും കൂട്ടത്തിൽ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി നമ്മൾ സൂറത്തുൽ ഫജ്ർ ആരംഭിക്കും. അല്ലാഹു തആല അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ മഹത്തുക്കൾ പറയുന്നു സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. ആ സൂറത്ത് ദുൽഹിജ്ജ മാസത്തിൻ്റെ എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ആദ്യത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ 200 വട്ടം ഒറ്റ ഇരിപ്പിന് ഓതണ്ട, രാത്രിയിലും പകലിലുമായി നമ്മൾ ഓതി തീർത്താൽ 200 വട്ടം ഓതി തീർത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം ദാരിദ്ര്യം, കടം, രോഗം എല്ലാത്തിൽ നിന്നുള്ള മുക്തി അല്ലാഹു തആല അവനിക്ക് കൊടുക്കുമെന്ന്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് അറിയാമല്ലോ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സൂറത്താണ്, അല്ലെ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സൂറത്താണ്. ഞാൻ അതിൻ്റെ പ്രതിഫലങ്ങൾ ഒരുപാട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വഹാബിയെ പറ്റി പരാതി പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം ഉണ്ടല്ലോ, അല്ലെ, നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, നബി ഇയാൾ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കൊണ്ട് നടക്കുക. അപ്പോൾ പറഞ്ഞു, എന്താ നീ അങ്ങനെ ഓതാനുള്ള കാരണം? നബി ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, നബി എനിക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അള്ളാഹിനെ പറ്റി മാത്രം പറയുന്ന സൂറത്താണ്, വേറെ ഒരു ചർച്ച അതിനകത്തില്ല. ആ സൂറത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്, നീ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് നിന്നെയും ഇഷ്ടപ്പെടും, അതുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും സ്വർഗം ഇഷ്ടപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആണുങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഏത് സമയത്ത് വേണം നമുക്ക് ഓതാൻ പറ്റും, അല്ലേ, അതിന് പ്രത്യേകിച്ച് ഉദു വേണമെന്നില്ല, ഏത് സമയത്തും നമുക്ക് ഓതാം, അല്ല. അതുപോലെ അശുദ്ധിയുള്ള ഉമ്മമാരാണെങ്കിൽ അതെന്താണ്, ആ സമയത്തൊക്കെ നിങ്ങൾ ഓതണം എന്ന് മനസ്സിൽ കരുതിയാൽ തന്നെ നിങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്. നീയത്തിന് ഭയങ്കര പ്രതിഫലമുണ്ട്. നീയത്തിന് നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ നീയത്ത് മനസ്സിൽ കരുതുക, പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിന് പ്രതിഫലമാണ്. അപ്പം അത്രമാത്രം പ്രതിഫലങ്ങൾ വാരിക്കോരി എടുക്കാൻ പറ്റുന്ന പുണ്യമായ ഒരു ദിനരാത്രങ്ങളിലൂടെയാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ മുഴുവൻ പുണ്യങ്ങളും കിട്ടാൻ എന്ത് ചെയ്യണം? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ പിണക്കങ്ങൾ മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. പിണങ്ങി വഴക്കിട്ട് അസൂയ വെച്ച് കുശുമ്പ് വെച്ച് ദേഷ്യം വെച്ച് നടന്നാൽ ഈ പറയുന്ന ഒന്നും കിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ നിസ്കരിക്കുന്നു, നോമ്പിടിക്കുന്നു, ഹജ്ജ് ചെയ്തു, ഉംറ ചെയ്തു, ഉളഹിയത്തർത്തു, എല്ലാം ചെയ്തു. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് വലിയ കൊട്ടക്കണക്കിന് വലിയ എനിക്ക് വലിയ അമലുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ, ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഹജ്ജിൻ്റെ കോളത്തിൽ 0ആണ്, നിസ്കാരത്തിൻ്റെ കോളത്തിൽ ഒന്നുമില്ല, അതുപോലെ തന്നെ ഉംറയുടെ കോളത്തിൽ ഒന്നുമില്ല, ഒരു അമലും കാണുന്നില്ല. എന്തേ പടച്ചോനെ, ഞാൻ ഇതൊക്കെ ചെയ്തതാണല്ലോ. എടോ നീ ചെയ്തു, പക്ഷേ നീ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. നിന്റെ ബന്ധങ്ങൾ ചേർക്കുക. നീ ഒരുപാട് നിസ്കരിച്ചു, പക്ഷേ നിന്റെ കൂടപ്പിറപ്പിനോട് നീ മിണ്ടുന്നില്ല. നിന്റെ കൂടപ്പിറപ്പിനോട്, നിന്റെ അയൽവാസികളോട്, നിന്റെ ഉറ്റവരോട്, ഉടയവരോട് നീ മിണ്ടാതെ എന്നോട് മാത്രം സംസാരിച്ചിട്ട് നിനക്കെന്ത് കിട്ടി എന്ന് അള്ളാഹു ചോദിക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നിൽക്കല്ലേ, നമ്മളെപ്പോഴും കുടുംബ ബന്ധം ചേർക്കുക, അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുക, അതുപോലെ തന്നെ ഈ പറയപ്പെട്ട സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. പിന്നെ
നമ്മൾ ഏറ്റവും കൂടുതലായി നമ്മൾ ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രിയോടുകൂടി നമ്മൾ എന്താണ് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് കടന്നാൽ പറയേണ്ട പ്രധാനപ്പെട്ട ചില ദിക്റുകളുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. എങ്ങനെ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. അതുപോലെ തന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അത് പുണ്യമായ ഒരു ദിക്റാണ്. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പിന്നെയോ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് പേര് ചേരാൻ താല്പര്യമുണ്ട്. പക്ഷെ അതിന് അവർ ചേർന്നിട്ടില്ല എങ്കിൽ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഉദ്ഹിയ്യത്ത് കർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുണ്യമായ കർമ്മത്തിൽ പങ്കെടുക്കാൻ പ്രത്യേകം സജ്ജരാവുക. അതുപോലെ ഉദ്ഹിയ്യത്ത് മൃഗത്തെ നമ്മൾ എന്താണ് അതിനെ കാണുമ്പോൾ ഒരു തക്ബീർ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്താണ്. മരണപ്പെട്ട നമ്മുടെ ഉമ്മ വാപ്പ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആരൊക്കെ ഇങ്ങനെ ഒരുപാട് നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്. മറ്റുള്ളവരെ നമ്മുടെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒന്നും ഉപദ്രവിക്കാതെ എല്ലാവർക്കും നന്മയുണ്ടാവണം എന്നുള്ള നല്ലൊരു മനസ്സ് എനിക്കും ഉണ്ടാവണം, കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഖൈറും ബറക്കത്തും നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഹാജിമാർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദ്വാരക്കണം. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം എല്ലാവർക്കും വേണ്ടി ഞാനൊക്കെ ദ്വാരക്കുന്നുണ്ട്, എപ്പോഴും ദ്വാരക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ദ്വായിലും നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേർ, സിഹ്റിനെ തൊട്ടുള്ള കാവൽ റബ്ബ് നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അർഷദ് ബദ്രി ഉസ്താദിന്റെ അടുത്ത വീഡിയോ. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമുക്കൊരുപാട് സംശയങ്ങൾ ഉണ്ടാകും അല്ലേ? ഉദ്ഹിയ്യത്ത് എപ്പോഴാണ് അറുക്കേണ്ടത്, എങ്ങനെയാണ് അറുക്കേണ്ടത്, ആരാണ് അറുക്കേണ്ടത്, അതുപോലെ ഉദ്ഹിയ്യത്തിൻ്റെ നീയത്ത് എങ്ങനെയാണ്, ഈ ഷെയർ ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഷെയർ ചേർന്ന ആളുകൾ 7 വർഷം തുടർച്ചയായി ഷെയർ ചേരണമെന്ന് അങ്ങനെ നിയമമുണ്ടോ, അങ്ങനെ പലരും പറയുന്നത് കേട്ടു. അതുപോലെ സ്ത്രീകളായ ഞങ്ങൾക്ക് ഉദ്ഹിയ്യത്ത് അറുക്കാമോ ഉസ്താദെ എന്നൊരു സഹോദരി ചോദിച്ചു. അതിനുള്ള വ്യക്തമായ മറുപടി പറയുന്നുണ്ട്. മരണപ്പെട്ട എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി, മരണപ്പെട്ട എൻ്റെ വാപ്പാക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് അറുക്കാമോ? അമുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഈ ഉദ്ഹിയ്യത്തിൻ്റെ ഇറച്ചി കൊടുക്കാമോ? നമുക്ക് ഉദ്ഹിയ്യത്തിൻ്റെ ഈ മാംസം കഴിക്കാമോ? ഗൾഫിലുള്ള ആളുകൾ ഷെയർ ചേരുന്ന സമയത്ത് അവരിവിടെ അറുക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവണോ? അത് നിർബന്ധമാണോ? എങ്ങനെയാണ് ഷെയർ ചേരുക എന്നുള്ള വിശദമായ ചർച്ച കേൾക്കുകയാണ്, പഠിക്കുകയാണ്. ഈ വീഡിയോ കാണാൻ ഈ കാണുന്ന ബോക്സിലായി കാണുന്ന യൂട്യൂബിന്റെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്തവർക്ക് ഈ വീഡിയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ ഷെയർ ചെയ്ത് വെച്ച് പിന്നീട് സമയമുള്ളപ്പോഴും കാണാവുന്നതാണ്. മറക്കാതെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, വീഡിയോ കാണൂ.